ദാമ്പത്യം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 37. ഒരു പ്രാവശ്യം ഞാനത് കണ്ടോട്ടെ. ദേവൻ്റെ മുൻപിൽ നിന്ന് കരഞ്ഞു പോയിരുന്നു ദേവിക. നീ ഒറ്റയൊരുത്തി കാരണമാണ് എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ വന്നത്. അന്ന് നിൻ്റെ വീട്ടിൽ വന്നിട്ട് കിടന്ന കിടപ്പായത്. ഇത്രയും നാളായിട്ടും അവരുടെ തല പൊങ്ങിയിട്ടില്ല. ഇനി ആ ശരീരത്തിൽ കുറച്ച് ജീവൻ മാത്രമേ ബാക്കിയുള്ളൂ. അതും കൂടി എടുക്കാനാണോ നിൻ്റെ ഈ വരവ്? അതൊരു ആശുപത്രിയാണെന്ന് പോലും നോക്കാതെ ദേവൻ കിടന്നലറി. മിസ്റ്റർ ദേവൻ, സൂക്ഷിച്ച് സംസാരിക്കണം. നിങ്ങളോട് നിങ്ങളുടെ അമ്മ പറഞ്ഞോ ഇവള് കാരണമാണ് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നതെന്ന്? പറഞ്ഞോന്ന്? ദേവികയെ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ നീലിമ അയാളോട് തട്ടിക്കയറി. നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇവളെ ഞാൻ എൻ്റെ അമ്മയെ കാണിക്കില്ല. അവരെ ഉള്ളിലേക്ക് കയറാൻ സമ്മതിക്കാതെ ദേവൻ ആ മുറിയുടെ വാതിലടഞ്ഞു നിന്നു. ദേവേട്ട, ഒന്ന് കണ്ടിട്ട് ഞാൻ പൊയ്ക്കോളാം, പ്ലീസ്. അവൾ അപ്പോഴേക്കും ദേവൻ്റെ മുൻപിൽ നിന്ന് കൈകൂപ്പി, വേറൊരു നിവർത്തിയുമില്ലാതെ. നിനക്കെന്താ ഭ്രാന്തുണ്ടോ ദേവികെ? നിനക്ക് നിൻ്റെ അമ്മയെ ഒന്ന് കാണാൻ മറ്റുള്ളവരുടെ പെർമിഷൻ എന്തിനാ? നിനക്ക് കാണണമെന്നുണ്ടെങ്കിൽ നീ കണ്ടിട്ടേ പോകൂ. ദേവികയുടെ കൈകൂപ്പി പിടിച്ചുള്ള നിൽപ്പും അവളുടെ സംസാരവും ഒക്കെ കേട്ടപ്പോൾ നീലിമയ്ക്ക് പിറഞ്ഞു കയറി വന്നു. ദേവേട്ട. അപ്പോഴേക്കും അവനെ അകത്തു നിന്നും ദിവ്യ വിളിച്ചിരുന്നു. എന്താടി? അതേ ദേഷ്യത്തോടെ തന്നെ ദേവൻ ഭാര്യയുടെ നേരെ തിരിഞ്ഞു. എന്തൊക്കെയാണെങ്കിലും അവൾ നിങ്ങളുടെ അമ്മയുടെ മോള. കാണരുതെന്നൊന്നും പറയാൻ ദേവേട്ടന് അവകാശമില്ല. കണ്ടിട്ട് പൊയ്ക്കോളാ എന്നല്ലേ പറയുന്നത്? ഒന്ന് വന്ന് കണ്ടിട്ട് പോകുവാൻ അനുവദിച്ചൂടെ? ആർക്കറിയാം, നാളെ വല്ലതും അരുതാത്ത് സംഭവിച്ചു പോയാൽ. ദിവ്യ ബാക്കി പറഞ്ഞില്ല. പകരം ഭർത്താവിനെ നോക്കി വളരെ നിഷ്കളങ്കമായി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു, ഉള്ളിൽ ഒരു കടലോളം നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട്. മോളെ ദേവി. എല്ലാവരുടെയും ഉച്ചത്തിലുള്ള ബഹളങ്ങൾ കേട്ടുകൊണ്ടാവണം അത്രയും നേരം കട്ടിലിൽ ഉറങ്ങിക്കിടന്ന സരസ്വതി ഉടനെ എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കി വിളിച്ചത്. ദേ, എൻ്റെ അമ്മ വിളിച്ചു. ഞാനൊന്ന് പോയി കണ്ടോട്ടെ. അമ്മയ്ക്ക് എന്നെ കാണണമെന്ന് മനസ്സിലുണ്ടായത് കൊണ്ടല്ലേ എന്നെ മോളേന്ന് വിളിച്ചത്? അവൾ കെഞ്ചി ചോദിച്ചു. നീ കയറി കണ്ടോളൂ. ദേവനെന്തോ സംസാരിക്കുവാനായി വായ തുറക്കുന്നതിന് മുൻപേ തന്നെ ദിവ്യ വാതിൽക്കലേക്ക് വന്നു നിന്നിരുന്നു. നന്ദിയോടെ ദിവ്യയെ ഒന്ന് നോക്കിയിട്ട് ദേവിക മുറിക്കുള്ളിലേക്ക് പാഞ്ഞു ചെന്നു. പിന്നാലെ തന്നെ നീലിമയും കുഞ്ഞിപ്പെണ്ണും. എന്താ അമ്മേ, എന്താ പറ്റിയേ? സരസ്വതിയുടെ അവസ്ഥ കണ്ടതും പെണ്ണ് പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. കട്ടിലിൽ കിടക്കുന്നത് തൻ്റെ അമ്മയുടെ ഒരു പ്രേതമാണെന്ന് ദേവികയ്ക്കപ്പോൾ തോന്നിയിരുന്നു. കട്ടിലിൽ കൂനി കിടക്കുന്ന ഒരസ്ഥിപഞ്ജരം. ഒന്നുമില്ലാടി, ചെറിയൊരു ശ്വാസം മുട്ടൽ പോലെ വന്നു, അല്ലാതെ കുഴപ്പമൊന്നുമില്ല എനിക്ക്. നീ കരയാതെ. മകളുടെ സങ്കടം കണ്ടപ്പോൾ അവരുടെ ഉള്ളവും നൊന്തുപോയിരുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട്? കയ്യിലിരുന്ന കർച്ചീഫ് കൊണ്ട് കണ്ണും മുഖവും തുടച്ചുകൊണ്ട് അവൾ മെല്ലെ അവർക്കരികിലേക്കിരുന്നു. കുറവുണ്ട്. ദേവികയോടാണ് അത് പറഞ്ഞതെങ്കിലും സരസ്വതിയുടെ നോട്ടം നീലിമയുടെ കയ്യിൽ തൂങ്ങി നിൽക്കുന്ന കുഞ്ഞിപ്പെണ്ണിൻ്റെ നേർക്കായിരുന്നു. തന്നെ കണ്ടാലുടൻ തന്നെ ഓടി വന്ന് മടിയിൽ കയറിയിരിക്കുന്ന മോളാണ്. ഒരുപാട് വിശേഷങ്ങൾ പറയുന്ന ആളാണ്. അമ്മുമ്മയെന്നും വിളിച്ചുകൊണ്ട് വാ നിറച്ച് സംസാരിക്കുന്നവളാണ്. പക്ഷേ ഇപ്പോൾ തന്നെ കണ്ട ഭാവം പോലും നടിക്കാതെ വേറെ എങ്ങോട്ടേക്കോ നോക്കി നിൽക്കുന്നു. സരസ്വതിക്കത് കണ്ടതും നെഞ്ചു വിങ്ങുന്നത് പോലെ തോന്നിപ്പോയി. മോളെന്താ എന്നോട് മിണ്ടാത്തത്? അടുത്തേക്ക് വാ. അവരവളെ കൈ നീട്ടി വിളിച്ചു. പക്ഷേ തത്ത നീലിമയുടെ അരികിൽ തന്നെ നിന്നതല്ലാതെ അമ്മൂമ്മയുടെ അടുത്തേക്ക് പോകുവാൻ തെല്ലും കൂട്ടാക്കിയില്ല. ചെല്ലുമോളെ, കുഞ്ഞിൻ്റെ അമ്മൂമ്മയല്ലേ വിളിക്കുന്നത്? വിളിച്ചിട്ടും ചെല്ലാൻ കൂട്ടാക്കാത്ത കുഞ്ഞിപ്പെണ്ണിനെ നീലിമ നിർബന്ധിച്ചു. ഞാൻ പോവില്ല നീലു ആൻറ്റി. വാശി പിടിച്ചു നിന്നു പെണ്ണ്. തത്തേ, നീ എന്താ ഇങ്ങനെ? അമ്മൂമ്മയല്ലേ നിന്നെ വിളിക്കുന്നത്, ചെല്ല്. അവളുടെ പരിങ്ങിയുള്ള നിൽപ്പ് കണ്ടതും ദേവികയും അവളെ നിർബന്ധിക്കാനായി തുടങ്ങി. പറ്റില്ല എന്ന രീതിയിൽ കുഞ്ഞിപ്പെണ്ണ് വീണ്ടും തലയാട്ടിക്കാട്ടി. അതും കൂടി കണ്ടപ്പോഴേക്കും നീലിമയും ദേവികയും വല്ലാതെ ആയിപ്പോയി. മോള് അമ്മുമ്മയോട് പിണക്കാ? ഉള്ളിലുള്ള സങ്കടം മറച്ചു വെച്ചുകൊണ്ട് ദേവിക സരസ്വതി തിരക്കി. അമ്മുമ്മയും മാമനും ഒക്കെ അന്ന് വീട്ടിൽ വന്ന് എൻ്റെ അമ്മേനെ കരയിച്ചില്ലേ? അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ പറയുമ്പോൾ തത്തയുടെ മുഖത്ത് അമ്മുമ്മയോടുള്ള അനിഷ്ടം പ്രകടമായിരുന്നു. മോളെ, അന്ന് അത്... കുഞ്ഞിൻ്റെ ചോദ്യത്തിൽ സരസ്വതി പതറിപ്പോയിരുന്നു. അവൾക്കുള്ള മറുപടി പറയാൻ കഴിയാതെ അവരെ കൊണ്ട് കഴിഞ്ഞില്ല എന്നതാണ് സത്യം. ശരിയാണ്, ദേവികയ്ക്ക് ഒരു പ്രശ്നം വരുമ്പോൾ കൂടെ നിൽക്കേണ്ട താൻ
അന്ന് മകൻ്റെ വാക്കുകൾ കേട്ട് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി വാപൂട്ടി നിൽക്കേണ്ടി വന്നു. ഇവിടെ താൻ തെറ്റുകാരിയാണ്. 5 വയസ്സുള്ള കുഞ്ഞിൻ്റെ ബോധം പോലും തനിക്കൊന്നും ഉണ്ടായില്ലല്ലോ. അവരുടെ മുഖം കടലാസ് പോലെ വിളറി വെളുത്തു. മോളെ, അമ്മുമ്മയോട് അങ്ങനെയൊന്നും സംസാരിക്കരുത്. അമ്മയുടെ മുഖം മ്ലാനമാകുന്നത് കണ്ടതും ദേവിക പൊടുന്നനെ കുഞ്ഞിനെ ശാസിച്ചു. അമ്മയെ കരയിച്ചു അമ്മുമ്മ, എനിക്കിഷ്ടമല്ല. ചുണ്ടുകൾ പുറത്തേക്ക് ഉന്തിപ്പിടിച്ചുകൊണ്ട് തത്തമ്മ നീലിമയുടെ ദേഹത്തേക്ക് ചാരി, അവരിൽ നിന്നും മുഖം തിരിച്ചു പിടിച്ചുകൊണ്ട്. പോട്ടെ മോളെ, അങ്ങനെയൊന്നും അവളെയൊന്നും പറയണ്ട. ആ കുഞ്ഞുമോള് പറഞ്ഞത് സത്യമല്ലേ? അവളുടെ അമ്മയെ കരയിപ്പിച്ചവരെ അവൾക്ക് എങ്ങനെയാണ് സ്നേഹിക്കാൻ സാധിക്കുന്നത്? ഇതിൽ എൻ്റെ ഭാഗത്ത് തന്നെ തെറ്റ്. എനിക്കെൻ്റെ മോളെ ചേർത്ത് പിടിക്കാൻ പറ്റിയില്ല. എല്ലാവരുടെയും മുൻപിൽ വെച്ച് നീ നാണം കെട്ടപ്പോഴും തെറ്റുകാരിയല്ലെന്നും പറഞ്ഞ് നീ അലമുറയിട്ട് കരഞ്ഞപ്പോഴും ഒന്നും ഞാൻ നിന്നെ ഒരു ആശ്വാസ വാക്കുകൾ കൊണ്ട് പോലും സമാധാനിപ്പിച്ചില്ല. പാപിയാ മോളെ, ഞാൻ കൊടും പാപിയാ. സരസ്വതി കരഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ ചുമച്ചു. എന്നിട്ട് നെഞ്ചു തിരുമ്മിക്കൊണ്ടിരുന്നു. അമ്മ മതിയാക്ക്, ഇതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കേണ്ട. എനിക്കെല്ലാം അറിയാം. അവരുടെ നെഞ്ചിൽ അമർത്തി തിരുമ്മിക്കൊടുത്തുകൊണ്ട് ദേവിക കണ്ണു നിറച്ചു. എൻ്റെ പൊന്നുമോളുടെ ജീവിതം ഇങ്ങനെയായല്ലോ ഈശ്വര. കണ്ണിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ അവരുടെ തലയണയെ നനച്ചുകൊണ്ടിരുന്നു. ദേവിക. അപ്പോഴാണ് ദിവ്യ അവരുടെയൊക്കെ അടുത്തേക്ക് വന്നത്. എന്താ ഏട്ടത്തി? അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവരുടെ നേരെ തിരഞ്ഞു. ദേവിക, എനിക്ക് നല്ല സുഖമില്ല. അതുകൊണ്ട് ഇന്നൊരു രാത്രി നീ ഇവിടെ നിൽക്കാമോ? ഞാൻ നാളെ വരാം. ഒട്ടൊരു ശാന്തതയോടെ അവർ ദേവികയോട് സംസാരിച്ചു. കുടിലത മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട്. എപ്പോഴും വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്ന അവരുടെ നാവിന് മര്യാദയുടെ ഭാഷയും വഴങ്ങുമോ എന്ന് ദേവിക ആദ്യമായി ചിന്തിച്ചു പോയി. ഞാൻ നിന്നോളാം ഏട്ടത്തി. മറ്റൊന്നും അവൾ ഓർത്തില്ല. സ്വന്തം അമ്മയുടെ മുൻപിൽ ദേവിക മറ്റെല്ലാം മറന്നുപോയിരുന്നു. ദേവി, നീ ശരിക്കും ആലോചിച്ചിട്ടാണോ? അവളുടെ സംസാരം കേട്ടതും അടുത്തു നിന്ന് നീലിമയ്ക്ക് പരിഭ്രമം തോന്നി. നിന്നോട്ടെ നീലു, എൻ്റെ അമ്മയല്ലേ? അവൾ ദയനീയമായി ചോദിച്ചു. പെണ്ണിൻ്റെ സങ്കടം കണ്ടപ്പോൾ നീലിമയ്ക്കും മറ്റൊന്നും പറയാൻ തോന്നിയില്ല. എങ്കിൽ ശരി, ഞാൻ പോയിട്ട് നാളെ രാവിലെ വരാം. കൗശലത്തോടെ അവരെ ഒന്ന് നോക്കി ചിരിച്ചിട്ട് ദിവ്യ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവളുടെ അഭിനയം കണ്ടുകൊണ്ട് കിടന്ന സരസ്വതിയിൽ പൊടുന്നനെ വെറുപ്പു നിറഞ്ഞു. മോള് വന്നത് നന്നായി, ഇല്ലായിരുന്നെങ്കിൽ. മരുമകൾ പോയ വഴിയെ നോക്കി സരസ്വതി സങ്കടത്തോടെ ആത്മകഥം പറഞ്ഞു. അത് കേട്ടുനിന്ന നീലിമയ്ക്കും ദേവികയ്ക്കും കാര്യം മനസ്സിലായത് കൊണ്ട് തന്നെ അവർ പിന്നീടൊന്നും അതിനെക്കുറിച്ച് സംസാരിച്ചില്ല. ദേവികെ, മോളുടെ കാര്യം എങ്ങനെയാ? ഞാൻ കൊണ്ടുപോകണോ അതോ? സന്ധ്യ ആകാറായപ്പോഴേക്കും നീലിമയ്ക്ക് ആകെ ഒരു പരവേശം തോന്നി. വേണ്ട നീലു, അവളിവിടെ നിന്നോട്ടെ. രാത്രി എൻ്റെ കൂടെ കിടക്കുന്നതല്ലേ അവൾക്ക് ശീലം. പക്ഷേ എനിക്ക് നിന്നെ ഇവിടെ ഒറ്റയ്ക്കിട്ടിട്ട് പോകാൻ തോന്നുന്നില്ല. ഏയ്, അതൊന്നും സാരമില്ല പെണ്ണെ. ദേവേട്ടൻ രാത്രി ഇവിടെ കാണുമല്ലോ. അതുമല്ല, എന്തെങ്കിലും എങ്ങനെ പറയൂ എന്നല്ലാതെ എന്നെ ഉപദ്രവിക്കുകയൊന്നുമില്ല ആള്. നമ്മൾ വന്നപ്പോൾ ഇട്ട കലിപ്പൊന്നും ഇത്രയും നേരമായിട്ട് നീ പിന്നീട് കണ്ടോ? ഏട്ടത്തി പോയികൊണ്ട് ഇനി അധികം മുറിയിലേക്ക് പോലും കയറി വരില്ല ഏട്ടൻ. ദേവിക കൂട്ടുകാരിയെ സമാധാനിപ്പിച്ചു. ഒരു മൂളലോടെ അത് കേട്ട് തലയാട്ടി സമ്മതിച്ചുവെങ്കിലും നീലിമയിൽ വല്ലാത്തൊരു വെപ്രാളം നിറഞ്ഞിരുന്നു. അവൾ മെല്ലെ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി. കയ്യിലിരുന്ന ഫോണിൽ നിന്നും രാധമ്മയെ വിളിച്ച് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം വള്ളിപുള്ളി തെറ്റാതെ വിളിച്ചു പറഞ്ഞു. ശേഷം അവരുടെ അഭിപ്രായം അനുസരിച്ച് അഭിയെയും ആദിയെയും വിളിച്ച് സംസാരിച്ചു. എടി, സൂക്ഷിക്കണം തത്തമോളെ. സമയം 7 മണിയോടുകൂടി അടുത്തതും നീലിമ അവളോട് യാത്ര പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. പാർക്കിംഗ് ലോട്ടിൽ ചെന്നപ്പോൾ കണ്ടു തനിക്കായി എന്നവണ്ണം അവിടെ വണ്ടിയുമായി കാത്തു കിടക്കുന്ന അഭിറാമിനെ. കേറ് പെണ്ണെ, നീ വന്ന സ്കൂട്ടി നമുക്ക് പിന്നെ എടുക്കാം. കാറിൽ കയറിയ ഉടനെ തന്നെ അഭി അവളോട് പറഞ്ഞു. തലയാട്ടി സമ്മതിച്ചുകൊണ്ട് സീറ്റിൽ ചാരിയിരിക്കുമ്പോൾ ദേവികയെക്കുറിച്ചുള്ള ആകുലതകളായിരുന്നു അവളിൽ അപ്പോഴും ഉണ്ടായിരുന്നത്. അവർ പാർക്കിംഗ് ലോട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ടു അകത്തേക്ക് പാഞ്ഞു പോകുന്ന ആദിയുടെ വണ്ടി. അത് കണ്ടതും ആശ്വാസത്തിൻ്റെ ഒരു നെടുവീർപ്പ് നീലിമയിൽ നിന്നും ഉയർന്നു. ദേവേട്ടാ, ഞാൻ വീട്ടിലെത്തി. ദിവ്യ ഒട്ടൊരു തളർച്ചയോടെ ഫോണിൽ കൂടി പറഞ്ഞു. പോയി റെസ്റ്റ് എടുക്ക്. തലവേദനയ്ക്കുള്ള മരുന്ന് കഴിച്ചിട്ട് നീ ഉറങ്ങാൻ കിടന്നാൽ മതി കേട്ടോ. ആശുപത്രിയുടെ
എൻട്രൻസിലെ വെയിറ്റിംഗ് ഏരിയയിൽ ചാരിക്കിടന്നവൻ ഉറക്കം വന്നിട്ട് വായ പൊളിച്ചു. ഞാൻ കഴിച്ചോളാം. ദേവേട്ടൻ എന്നോട് പിണക്കമൊന്നുമില്ലല്ലോ അല്ലേ? എനിക്ക് ഒട്ടും പറ്റാത്തത് കൊണ്ടാണ് ഞാനിങ്ങി പോകുന്നത്. അവൾ ശബ്ദത്തിൽ മനഃപൂർവ്വം ഇടർച്ചയുണ്ടാക്കി. അതെനിക്കറിയാൻ വയ്യേടി. നീ പോയി കിടന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ നോക്ക്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അവൻ ശരീരം ഒന്ന് മുന്നോട്ടേക്കും പിന്നോട്ടേക്കും വളച്ചിട്ട് കസേരയിലൊന്ന് ഇളകിയിരുന്നു. അതെ, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. ആ ദേവിക വല്ലതും ഏട്ടനോട് സംസാരിച്ചിരുന്നോ? അവൾ സൂത്രത്തിൽ ചോദിച്ചു. ഞാനെന്തിനാടി അവളോട് സംസാരിക്കുന്നത്? എൻ്റെ ഗതികേട് കൊണ്ട് അവളിവിടെ നിൽക്കുന്നെന്ന് ഞാനൊന്നും പറയാത്തതാ. അല്ലായിരുന്നെങ്കിൽ. അവൻ ദേഷ്യത്തോടെ പല്ലിഞ്ഞിരിച്ചു. അതൊക്കെ പോട്ടെ ദേവേട്ടാ. അവളോട് ഏട്ടനൊന്നും സംസാരിക്കാൻ പോകണ്ട. ഒന്നുമില്ലേലും അവളുടെ അമ്മയല്ലേ അവിടെ കിടക്കണത്. അവളവിടെ നിന്ന് നോക്കട്ടെന്ന്. നിങ്ങളുടെ അമ്മയ്ക്ക് അതായിരിക്കുമല്ലോ സന്തോഷം. എപ്പോഴും മോളെന്നും പറഞ്ഞ് ഇവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ? എരിതീരി എണ്ണ ഒഴിക്കാൻ പാകത്തിൽ ദിവ്യ അവനിൽ വീണ്ടും വെറുപ്പ് നിറയ്ക്കാൻ തുടങ്ങി. നീ കിടന്നോ. വാതിലൊക്കെ പൂട്ടിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് കിടക്ക്. ഫോണിൽ ഏതോ ഒരു കോൾ വരുന്നുണ്ടെന്ന് തോന്നിയതും ദേവൻ ആ സംസാരം അവിടെ നിർത്തി. ഓക്കെ ദേവേട്ട, ഗുഡ് നൈറ്റ്. അപ്പുറത്ത് ദിവ്യ കോൾ കട്ട് ചെയ്തതും ദേവൻ്റെ ഫോണിൽ സുധിയുടെ നമ്പർ അപ്പോഴേക്കും കയറി വന്നിരുന്നു. പറയ് സുധി, അവൻ കോൾ എടുത്ത ഉടനെ തന്നെ ചോദിച്ചു. അത് പിന്നെ ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാ ആളിയാ. അപ്പുറത്തു നിന്നും സുധിയുടെ പതിഞ്ഞ ശബ്ദം. എന്താ സുധി? ദേവൻ പൊടുന്നനെ ഗൗരവത്തിലായി. 2 ദിവസം കൂടി കഴിഞ്ഞാൽ എനിക്ക് കോടതിയിൽ ഹാജരാകണം. അളിയനും കൂടെ എൻ്റെ കൂടെ വരികയാണെങ്കിൽ എനിക്കൊരു ധൈര്യമായേനെ. സുധി ഒട്ടൊരു പതർച്ചയോടുകൂടി ചോദിച്ചു. അത് പറ്റുമെന്ന് തോന്നുന്നില്ല സുധി. കാരണം അമ്മയ്ക്ക് ചെറിയൊരു ശ്വാസം മുട്ടൽ. ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയേക്കുക. ഒരാഴ്ചയെങ്കിലും ഇവിടെ കിടക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കൂടെ വരുന്ന കാര്യം ഇത്തിരി കഷ്ടമാണ്. അയ്യോ, ഞാനത് ഓർത്തില്ല അളിയ. സാരമില്ല, ഞാൻ വേറെ ആരെയും അറേഞ്ച് ചെയ്തോളാം. അല്ല, അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? ദിവ്യേട്ടത്തെയാണോ കൂടെ നിൽക്കുന്നത്? സുധി സഹതാപത്തോടെ അവനോട് ചോദിച്ചു. ദിവ്യയ്ക്ക് ചെറിയൊരു തലവേദന. അവൾക്ക് ഈ ഹോസ്പിറ്റലിലെ സ്മെല്ലൊന്നും പിടിക്കില്ല. അതുകൊണ്ട് അമ്മയെ നോക്കാൻ ഇപ്പോൾ ദേവികയാണ് നിൽക്കുന്നത്. ഉള്ള കാര്യം മറച്ചു വയ്ക്കാതെ ദേവൻ പറഞ്ഞു. ആണോ? എങ്കിൽ ശരി, ഞാൻ വയ്ക്കട്ടെ. പൊടുന്നനെ സുധി അവൻ്റെ ഫോൺ വെപ്രാളത്തോടെ കട്ട് ചെയ്തു. ദേവിക ഹോസ്പിറ്റലിൽ ഉണ്ടെന്നോ? അവൻ്റെ കണ്ണുകളിൽ പൊടുന്നനെ എന്തൊക്കെയോ ഭാവങ്ങൾ മിന്നി മാഞ്ഞു. മുറിയിലെ അലമാരിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഏതോ ദ്രാവകം സിറിഞ്ചിലാക്കി ഇടത്തെ കൈയിലെ ഞരമ്പിനുള്ളിലേക്ക് കുത്തിക്കയറ്റുമ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത ഒരനുഭൂതി സുധിയിൽ വന്ന് നിറഞ്ഞിരുന്നു. ഒപ്പം ദേവിക എന്ന ഭ്രാന്തും. മോൾ ഇവിടെ കിടന്നോ, അമ്മ താഴെ കിടന്നോളാം. തത്തയെ എടുത്ത് ബൈസ്റ്റാൻഡർ ബെഡിലേക്ക് കിടത്തിയിട്ട് ദേവിക തൊട്ട് താഴെ തറയിൽ ഒരു ബെഡ്ഷീറ്റ് നീളത്തിൽ വിരിച്ചു. അമ്മ താഴെ കിടന്ന മോളും താഴെ കിടക്കും. ബെഡിൽ നിന്നും പെണ്ണ് വാശിയോടെ ഊർന്നിറങ്ങി. താഴെ നല്ല തണുപ്പാ കുഞ്ഞെ, നിനക്ക് പനി പിടിക്കും. പറഞ്ഞാൽ അനുസരിക്കാത്ത അവളെ വീണ്ടും എടുത്തവൾ ബൈസ്റ്റാൻഡർ ബെഡിലേക്ക് ഇരുത്തി. അമ്മേ. ദേവികയുടെ പ്രവൃത്തി ഇഷ്ടപ്പെടാത്ത രീതിയിൽ തത്ത കീഴ്ച്ചുണ്ട് പുറത്തേക്ക് നീട്ടിപ്പിടിച്ചു. എന്തോ? അവളും അതുപോലെ തന്നെ വിളി കേട്ടു. ദേവി, നീ അവളുടെ കൂടെ ബെഡിൽ തന്നെ കിടക്കും മോളെ. നീ അടുത്ത് കിടന്ന് തട്ടിക്കൊടുക്കാതെ അവൾ ഉറങ്ങുവോ? അമ്മയുടെയും മകളുടെയും വഴക്ക് കേട്ടുകൊണ്ട് കട്ടിലിൽ കിടന്ന സരസ്വതി പെട്ടെന്ന് ഇടയിൽ കയറി പറഞ്ഞു. ഈ ബെഡിൽ 2 പേരും കൂടി കിടന്നാൽ ശരിയാവില്ലമ്മേ. ദേവിക ചെറിയ ആ ബെഡിലേക്ക് നോക്കി മുഖം ചുളിച്ചു. അത് സാരമില്ല, ആദ്യം നീ ആ കുഞ്ഞിനെ ഒന്ന് ഉറക്കാൻ നോക്ക്. സരസ്വതിയുടെ വഴക്ക് കിട്ടിയതും അവൾ അപ്പോൾ തന്നെ ബെഡിൽ കയറി കുഞ്ഞി പെണ്ണെ ചേർത്ത് പിടിച്ചു കിടന്നു. കുറേ നേരം തട്ടിക്കൊടുത്തതും പെണ്ണ് ഉറങ്ങിപ്പോയിരുന്നു. അമ്മേ, ഇവൾ ഉറങ്ങി. ഞാൻ താഴെ ഇറങ്ങി കിടക്കട്ടെ? ബെഡിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് അവൾ ചോദിച്ചു. ഇനി വേണേ കിടന്നോ? അവർ ചിരിച്ചു. അമ്മേ, വാതിൽ കുറ്റിയിടണോ? വിരിച്ച ബെഡ്ഷീറ്റിന് മുകളിലേക്ക് ഇറങ്ങി കിടക്കുമ്പോൾ അവളുടെ നോട്ടം പാതി ചാരിയിട്ടിരിക്കുന്ന മുറിയുടെ ഡോറിന് നേർക്കായിരുന്നു. വേണ്ട മോളെ, ആ സിസ്റ്റർ പിള്ളേർ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ മെഷീനിൽ വരുന്നതൊക്കെ എഴുതിക്കൊണ്ട് പോകുന്നതാ. തൻ്റെ വിരൽത്തുമ്പി പിടിപ്പിച്ചിരിക്കുന്ന പൾസ് ഓക്സിമീറ്ററിൻ്റെ പ്രോബ് പോക്കിക്കാട്ടി ദേവികയോടവർ പറഞ്ഞു. ശരിയമ്മേ. ദേവിക തൻ്റെ ഇടത്തേക്കായി കണ്ണിന് മുകളിലായി വെച്ചുകൊണ്ട് ഒരു ഉറക്കത്തിനായി ഒരുങ്ങി. കൂടെ തന്നെ സരസ്വതിയും. അതെ ചേച്ചി, ആരോ വന്ന് തന്നെ തട്ടി വിളിക്കുന്നു എന്ന് തോന്നിയപ്പോഴാണ് ദേവിക പൊടുന്നനെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് ഇരുന്നത്. എന്താ? തൻ്റെ മുമ്പിൽ നിൽക്കുന്ന നേഴ്സിനെ കണ്ടതും
അവൾ കൈവെള്ള തിരുമ്മിക്കൊണ്ട് മുഖം ഒന്ന് അമർത്തി തിരുമ്മി. അമ്മയ്ക്ക് രാത്രിയിൽ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാനുണ്ട്, അതൊന്ന് വാങ്ങി വരണം. ഒരു സ്ലിപ്പ് അവൾക്ക് നേരെ നീട്ടിയിട്ട് ആ സിസ്റ്റർ പറഞ്ഞു, ഇപ്പോൾ വാങ്ങിത്തരാം. ആ കുറിപ്പ് കയ്യിലേക്ക് വാങ്ങിയിട്ട് ദേവിക അപ്പോൾ തന്നെ അവിടെ നിന്നും എഴുന്നേറ്റു. അവളെ ഒന്ന് ചിരിച്ചു കാട്ടിയിട്ട് ആ സിസ്റ്റർ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. ഉറങ്ങിക്കിടക്കുന്ന അമ്മയെയും കുഞ്ഞിനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാൻ ദേവികയ്ക്ക് എന്തുകൊണ്ടോ തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ബാഗിൽ നിന്നും ഫോൺ എടുത്ത് ആദ്യം അവൾ ചെയ്തത് ദേവൻ്റെ നമ്പറിലേക്ക് വിളിക്കുക എന്നതായിരുന്നു. ഇതെവിടെ പോയിരിക്കുക? 2-3 വട്ടം വിളിച്ചിട്ടും ദേവൻ ബ്രിങ് മുഴുവൻ അടിച്ചിട്ട് നിന്നതല്ലാതെ ദേവനിൽ നിന്നും മറുപടിയൊന്നും ഉണ്ടായില്ല. ഇനിയിപ്പോൾ ഞാൻ തന്നെ പോകേണ്ടി വരും. മുറിയുടെ പുറത്തെ വിജനമായ വരാന്ത കൂടി കണ്ടതും ഇനി അമാന്തിച്ച് നിന്നിട്ട് കാര്യമില്ലെന്ന് അവൾക്ക് തന്നെ മനസ്സിലായി. വരാന്തയുടെ ഏറ്റവും അറ്റത്തായിട്ടാണ് നേഴ്സിംഗ് സ്റ്റേഷൻ. ഉറങ്ങിക്കിടക്കുന്ന അമ്മയെ വിളിക്കാൻ ദേവികയ്ക്ക് ഒട്ടും തോന്നിയില്ല. താഴെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് ഫാർമസി. പാതിരാത്രി ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും കാണുകയില്ല. അതുകൊണ്ട് തന്നെ ബാഗിൽ നിന്നും പേഴ്സ് എടുത്ത് അവൾ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി. ശേഷം വാതിൽ പുറത്തുനിന്ന് ലോക്കിട്ടിട്ട് അവൾ താഴേക്ക് നടന്നു. എടാ ജിത്തെ, അവിടെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേടാ? ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഡോർ തുറന്ന് അകത്തേക്ക് കയറിയിരിക്കുന്നവനോട് ആദ്യ പരിഭ്രമത്തോടെ ചോദിച്ചു. ഹോസ്പിറ്റൽ എൻട്രൻസിൽ നിന്ന് ഇത്തിരി മാറി ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു അവൻ്റെ കാറ്. ആ മൂദേവൻ താഴെ വെയിറ്റിംഗ് ഏരിയയിൽ കൂർക്കം വലിച്ചു കിടന്നുറങ്ങുന്നുണ്ട്. അവളും കൊച്ചും മുറിയിൽ കിടക്കുന്നു. ഹോസ്പിറ്റൽ മൊത്തം ഒന്ന് പരിശോധന നടത്തി വന്നവൻ സീറ്റിലേക്ക് തലയുടെ പിൻഭാഗം അമർത്തി വെച്ചുകൊണ്ട് കിടന്നു. ഈ പെണ്ണിന് ഇതെന്ത് കേടായിരുന്നു? ഇവളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ, ഒറ്റയ്ക്ക് കൊച്ചിനെയും കൊണ്ട് എങ്ങ് പോകരുതെന്ന്. കണ്ടല്ലോ നിന്റെ അനിയത്തിക്ക് എത്ര അനുസരണയാണ് ഉള്ളതെന്ന്. ഉള്ളിലുള്ള ആദ്യം പരവേശം മഹർഷി തീർത്തത് അങ്ങനെയായിരുന്നു. എടാ, അതിപ്പോൾ നിൽക്കരുത് നോക്കരുത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അത് അവളുടെ അമ്മയല്ലേ. അവർക്ക് ആ സ്നേഹമൊന്നുമില്ലേലും എൻ്റെ കൊച്ചിന് അവിടെ പെറ്റമ്മയോട് സ്നേഹം കാണും. ചിത്തവനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഓ പിന്നെ ഒരവിഞ്ഞ സ്നേഹം. എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് അവിടെ ഏട്ടനും ഏട്ടത്തെയും പന്ത് തട്ടുന്ന പോലെയല്ലേ അവളെ തട്ടിക്കളിച്ചത്. എന്നിട്ട് ഈ പറയുന്ന അമ്മ അതെല്ലാം കണ്ടു നിന്ന് ആസ്വദിച്ചതല്ലാതെ അവളെ ഒന്ന് കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ലല്ലോ. ഇതാണോ അമ്മ? ഇങ്ങനെയാണോ അമ്മമാർ? എത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും പെരുവഴിയെ സ്വന്തം മകളെ ഉപേക്ഷിക്കാൻ അവർക്ക് എങ്ങനെയാണ് കഴിഞ്ഞേ? ഇവിടെ ദേവികയ്ക്കൊരു ജോലി ഉള്ളതുകൊണ്ട് മാത്രം അവൾ ജീവിച്ചു പോകുന്നു. അതും കൂടെ ആ പെണ്ണിനില്ലായിരുന്നെങ്കിലോ ഇവിടെ അവസ്ഥ എന്താകുമായിരുന്നു? മുന്നിലെ സ്റ്റിയറിങ്ങിൽ 5-6 അടി കൊടുത്തുകൊണ്ടാണ് ആദ്യം തൻ്റെ ഉള്ളിലുള്ള ദേഷ്യം നിയന്ത്രിച്ചത്. എടാ വിട്ടുകള, എന്താണെങ്കിലും അത് നിനക്ക് ഉപകാരമായില്ലേ? എല്ലാവരും കൈയൊഴിഞ്ഞത് കൊണ്ടല്ലേ അവളിന്ന് കാവുമ്പാട്ടെ വീട്ടിൽ നിൽക്കുന്നത്. അതെന്താ ആദ്യം നീ ചിന്തിക്കാത്തത്? മഹർഷിയുടെ ദേഷ്യം കണ്ടപ്പോൾ ചിരി വന്നുവെങ്കിലും അവൻ്റെ ഈ മാറ്റങ്ങൾ ജിത്തിനെ വല്ലാതെ സന്തോഷിപ്പിച്ചിരുന്നു. കൂട്ടുകാരൻ പറഞ്ഞത് സത്യമായതുകൊണ്ട് മാത്രം ആദ്യം പിന്നീടൊന്നും അതിനെക്കുറിച്ച് സംസാരിച്ചില്ല. ഹോസ്പിറ്റലിൻ്റെ ഗേറ്റിലേക്ക് നോക്കിക്കൊണ്ട് വെറുതെ ഇരുന്നു. എടാ, ഞാനൊന്ന് മയങ്ങാൻ പോവുക. പൊടുന്നനെ ജിത്ത് തൻ്റെ സീറ്റ് പിന്നിലേക്കാക്കി ഒന്ന് നടുവ് നൂർത്ത് കിടന്നു. ആദ്യമൊന്നും മൂളിയതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല. ആ ഒരുവൻ്റെ മനസ്സ് ആ ഹോസ്പിറ്റലിൻ്റെ 1-ാം നിലയിലെ 13-ാമത്തെ മുറിയിൽ കിടന്നുറങ്ങുന്ന തൻ്റെ കുഞ്ഞിൻ്റെയും പെണ്ണിൻ്റെയും അരികിലായിരുന്നു എന്ന് മാത്രം. പെട്ടെന്നാണ് ആദിയുടെ കണ്ണുകൾ മെയിൻ ഗേറ്റും കടന്ന് അകത്തേക്ക് വരുന്ന ഒരുവനിലേക്ക് സംശയത്തോടെ നീങ്ങിയത്. ക്യാപ്പുള്ളത് കൊണ്ട് ആളിൻ്റെ മുഖം വ്യക്തമല്ല. ചെറിയ രീതിയിൽ ചട്ടിച്ചട്ടിയാണ് നടപ്പ് പോലും. ആള് തിക്കും പൊക്കും നോക്കിയിട്ട് ആശുപത്രിയുടെ ഉള്ളിലേക്ക് കയറുന്നത് കണ്ടു. ഡാഷ്ബോർഡിൽ കിടന്നൊരു മാസ്ക് എടുത്ത് മുഖത്തേക്ക് വെച്ചിട്ട് അവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി. പിന്നീട് ഇരുട്ടിൻ്റെ മറ പറ്റി ഇത്തിരി മുന്നോട്ടേക്ക് നടന്നു. എത്രയായി? ഫാർമസി കൗണ്ടറിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് ആ ഗ്ലാസ്സിനപ്പുറം നിൽക്കുന്ന ആളോട് അവൾ ചോദിച്ചു. എല്ലാം കൂടി 1500 രൂപയാകും. ഇഞ്ചക്ഷനും മരുന്നും കൂടി ഒരു പേപ്പർ കവറിനുള്ളിലേക്ക് തിരികെ കയറ്റുന്നതിനിടയിൽ ഫാർമസിസ്റ്റ് പറഞ്ഞു. 5500? പെണ്ണിൻ്റെ കണ്ണുകളൊന്ന് മിഴിഞ്ഞു. പേഴ്സിൽ ആകപ്പാടെ നുള്ളിപ്പെറുക്കിയാൽ 1000 രൂപ വരെ കാണും. ഇനി 500 രൂപയും കൂടി എവിടെ നിന്ന് ഒപ്പിക്കും? അവൾക്ക് ആദ്യമേറി ദേവന് ഫോൺ ചെയ്തു. കയ്യിലിരുന്ന ഫോണിൽ നിന്ന് 5-6 പ്രാവശ്യം കൂടി വിളിച്ചപ്പോഴാണ് ദേവൻ അവളുടെ കോൾ അറ്റൻഡ് ചെയ്യുന്നത് തന്നെ. എന്താടി? എടുത്തയുടൻ തന്നെ അപ്പുറത്ത് നിന്നും ആക്രോശമാണ് പെണ്ണ് കേട്ടത്. ഫാർമസിയിൽ നിൽക്കുവാ ഞാൻ. മരുന്നിലുള്ള കാശ് തികയുന്നില്ല. ഇങ്ങോട്ടേക്കൊന്ന് വരണം. വാക്കുകൾ ചുരുക്കി പറഞ്ഞുകൊണ്ട് അവൾ ആ കോൾ വേഗം കട്ട് ചെയ്തു. എന്നിട്ട് അവനു വേണ്ടി അവിടെ തന്നെ കാത്തു നിന്നു.
കുറച്ചു നേരം കഴിഞ്ഞതും ദേവൻ അങ്ങോട്ടേക്ക് വരുന്നത് ദേവിക കണ്ടിരുന്നു. മരുന്നിനുള്ള മുഴുവൻ പൈസയും അടച്ചത് അവൻ തന്നെയായിരുന്നു. ഇഞ്ചക്ഷൻ്റെ പാക്കറ്റും എന്തുകൊണ്ടോ അവൻ തന്നെയാണ് കയ്യിലേക്കും വാങ്ങിയത്. അതുമായി മുകളിലത്തെ നിലയിലേക്ക് പോകുന്നവൻ്റെ പിന്നാലെ അവളും നടന്നു. തുറന്നു മലർന്നു കിടക്കുന്ന തങ്ങളുടെ മുറിയുടെ വാതിലിൻ്റെ മുൻപിലെത്തിയപ്പോഴേക്കും ദേവികയുടെ നെഞ്ചൊന്ന് കാളി. ഇത് ഞാൻ പുറത്തുനിന്നും കുറ്റിയിട്ടിട്ടാണല്ലോ താഴേക്ക് വന്നത്. വെപ്രാളത്താൽ മനസ്സിൽ പറഞ്ഞത് അവളുടെ നാവിൽ നിന്ന് അറിയാതെ തന്നെ പുറത്തേക്ക് വന്നു. മുറിക്കുള്ളിലേക്ക് കയറുവാനായി തുടങ്ങിയ ദേവനും അവളുടെ വാക്കുകൾ കേട്ടിരുന്നു. അവനെയും തള്ളി മാറ്റിക്കൊണ്ട് റൂമിലേക്ക് കയറിയ ദേവികയുടെ ആദ്യത്തെ നോട്ടം പോയത് തത്ത കിടന്നുറങ്ങിയ ബൈസ്റ്റാൻഡർ ബെഡിലേക്കായിരുന്നു. എൻ്റെ മോള്, അവൾ എന്തിയേ? ശൂന്യമായ ബെഡ് കണ്ട് ഭ്രാന്തിയെപ്പോലെ അലർന്നവളെ കണ്ടതും ഉറക്കത്തിലായിരുന്ന സരസ്വതി പോലും പേടിച്ച് ഞെട്ടി ഉണർന്ന് എഴുന്നേറ്റിരുന്നു. അയ്യോ, എൻ്റെ കുഞ്ഞ്! ബാത്റൂമിലും കട്ടിലിൻ്റെ അടിയിലും ഒക്കെ കുഞ്ഞിനെ തിരയുന്നവളെ കണ്ടപ്പോൾ ദേവൻ്റെ ഉടലും ഒന്ന് വിറച്ചുപോയി. അയ്യോ മോളെ, കുഞ്ഞെന്തിയേടി? എങ്ങോട്ട് പോയി? കുഞ്ഞിനെ കാണുന്നില്ല എന്ന് കണ്ടതും സരസ്വതിയെ അലമുറയിട്ട് നിലവിളിച്ചു കൊണ്ടിരുന്നു. ഉറങ്ങിക്കിടന്ന കുഞ്ഞെവിടെ പോയി? തത്തയെ തിരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പായുമ്പോൾ ദേവൻ്റെ ഹൃദയവും വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി നാളെ കാണാം കേട്ടോ.